മമ്മൂട്ടിയുടെ ഒരു പ്രശസ്തമായ ചിത്രമുണ്ട് കഥ പറയുമ്പോൾ. അതിലെ ക്ലൈമാക്സ് സീന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ലോലഹൃദയരല്ലാത്ത ആളുകൾ കൂടി ഒരു തുള്ളി കണ്ണീർ പൊടിഞ്ഞ ആ പ്രസംഗം, മമ്മൂട്ടിയുടെ പ്രസംഗം, തൻ്റെ പഴയ സ്നേഹിതനെക്കുറിച്ച്, കാതിൽ കടുക്കനിട്ട ഒരു സ്നേഹിതനെക്കുറിച്ച് മമ്മൂട്ടി പറയുന്ന ഭാഗമാണ്. അതുപോലെ സുരേഷ് ഗോപിയുടെ ഒരു പ്രസംഗശകലം പങ്കുവച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ സന്തത സഹചാരിയായ ബിജു പുളിക്കക്കണ്ടം എന്ന നേതാവല്ല, അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനും സിനിമാ പ്രവർത്തകനും ഒക്കെയാണ്. കഴിഞ്ഞ 3 മാസക്കാലം, കഴിഞ്ഞ എന്ന് പറയുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 3 മാസക്കാലം സുരേഷ് ഗോപിയുടെ നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 30 വർഷക്കാലമായി സുരേഷ് ഗോപിയുടെ സുഹൃത്താണ് ബിജു പറയുന്നു, സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടു. തൃശ്ശൂരിൽ അറിയാം, തൃശ്ശൂരിൽ ഒരുപാട് നാടകങ്ങൾ കളിച്ചും ഒരുപാട് ആളുകളെ നേരിട്ട് കണ്ടും അല്ലാതെയും ഒരുപാട് സംഭവങ്ങളിലൂടെയൊക്കെയാണ് സുരേഷ് ഗോപി ജയിച്ചു വന്നത്. അതിന് ടി എൻ പ്രതാപൻ വരെ ഇപ്പോൾ പഴി കേൾക്കുന്നുണ്ട്. ടി എൻ പ്രതാപന് മലബാറിൽ കോൺഗ്രസ്സുകാർ തന്നെ വിലക്ക് വരെ കൽപ്പിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ വിജയത്തിനെ തുടർന്നാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ പടലപ്പിണക്കങ്ങളും ഉണ്ടായത്. ഏതായാലും ആ വിജയം അവിടെ നിൽക്കട്ടെ, അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. സ്വാഭാവികമായി ഒപ്പമുണ്ടായിരുന്ന ബിജുവിനെ ഒപ്പം ചേർക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ കൂടെ കാണേണ്ടതല്ലേ എന്ന് ആളുകൾക്ക് സംശയം തോന്നാം. അങ്ങനെ സംശയം തോന്നിയ ചില ആളുകൾ ബിജുവിനെ വിളിച്ചന്വേഷിച്ചു, എന്തേ ഇപ്പോൾ SGക്കൊപ്പം കാണുന്നില്ല എന്നൊക്കെ. സ്വാഭാവികമാണത്. അപ്പോൾ ബിജുവിന് ഉത്തരമില്ല, ഉത്തരം മുട്ടി. ബിജു അതുകൊണ്ട് ഒരു FB പോസ്റ്റ് ഇട്ടു. FB പോസ്റ്റിന്റെ ഉള്ളടക്കം ഇതാണ്: അദ്ദേഹം MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു, കേരളത്തിലെ ചരിത്ര വിജയം. ആ ചരിത്ര വിജയം എന്ന് പറയുമ്പോൾ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു, അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയുമായി. എന്നാൽ അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്ന കാര്യം പോലും താൻ അറിയുന്നത് ടെലിവിഷനിലൂടെയാണ് എന്നായിരുന്നു ബിജു പുളിക്കക്കണ്ടത്തിന്റെ FB പോസ്റ്റ്. എന്നിട്ടും അദ്ദേഹം പറയുന്നുണ്ട്, സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ചാബല്യങ്ങളുണ്ടല്ലോ, ചില പ്രസംഗങ്ങളും മറ്റ് കോപ്രായങ്ങളുമൊക്കെ, വിവാദങ്ങളുമൊക്കെ, അതിലൊന്നും എനിക്ക് പങ്കില്ല, അത് ദൈവാധീനം. അതുകൊണ്ട് സുരേഷ് ഗോപിയുമായി ഇപ്പോൾ അടുപ്പമില്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ നല്ലതാണ് എന്നാണ് ബിജു ഈ ആദ്യത്തെ FB പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ FB പോസ്റ്റ് എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, ഇന്ന് അദ്ദേഹം മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാണ്. വീഡിയോ പാലക്കാട്ട് റെയിൽവേ സ്റ്റേഷനിൽ സുരേഷ് ഗോപി ഒരു ട്രെയിനിൻ്റെ യാത്ര ഉദ്ഘാടനം ചെയ്യുമ്പോൾ നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗവും അതിന് അനുബന്ധമായി ബിജു പുളിക്കക്കണ്ടം എഴുതിയ വാക്കുകളും നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു വായിച്ചാൽ. ഞാൻ ഇന്നലെ സുരേഷ് ഗോപിയും ഞാനുമായി നിലവിലുള്ള അകൽച്ചയെക്കുറിച്ച്, ഇപ്പോൾ SGക്കൊപ്പം കാണാത്തതിനെക്കുറിച്ച് ഒരു കുറിപ്പ് FBയിൽ ഇട്ടിരുന്നു. അതിൻ്റെ നല്ല വശവും അത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും പറഞ്ഞ് പല സുഹൃത്തുക്കളും അഭിപ്രായങ്ങളും ഇട്ടിരുന്നു. ഇന്ന് അത് കണ്ടിട്ട് ചാനൽ ചർച്ചകളിലടക്കം തിളങ്ങുന്ന രാഷ്ട്രീയ നിരീക്ഷകനായ പ്രിയ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കർ എനിക്ക് ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നു. ഒരാഴ്ച മുമ്പ് തൂത്തുക്കുടി വരെ നീട്ടുന്ന ട്രെയിനിൻ്റെ ഉദ്ഘാടന ചടങ്ങിലെ സുരേഷ് ഏട്ടൻ്റെ പ്രസംഗമായിരുന്നു അത്. പ്രസംഗത്തിൽ എൻ്റെ പേരും പരാമർശിക്കുന്നുണ്ടെന്ന് ബിജു എടുത്തു പറയുന്നു. അപ്പോൾ സുരേഷ് ഗോപി തന്നോട് ശത്രുതയില്ല, പിണക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ മമ്മൂട്ടിയുടെ ആ കഥാപാത്രം പറയുന്നത് പോലെ ബിജുവിൻ്റെ പേര് ആ പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നുവെന്ന്. അപ്പോൾ ബിജുവിൻ്റെ ആദ്യത്തെ FB പോസ്റ്റ് അപ്രസക്തമാവുകയാണ്. ബിജു പറഞ്ഞത് സുരേഷ് ഗോപി ഇങ്ങനെ വിടുവ പറഞ്ഞ് നടക്കുന്നു, അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു, അതിലൊന്നും എനിക്ക് പങ്കില്ല എന്ന തരത്തിലാണ് ബിജു ആ ആദ്യത്തെ FB പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് സുരേഷ് ഗോപിക്ക് നന്മകളും നേരുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ പോസ്റ്റിലെ ആ ഒളിയമ്പാക്രമണം രണ്ടാമത്തെ പോസ്റ്റിലൂടെ ഇല്ലാതാക്കുകയാണ് ബിജു ചെയ്യുന്നത്. സുരേഷ് ഗോപിയുടെ ഈ പ്രസംഗം കേട്ടപ്പോൾ തൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു എന്ന് ബിജു എഴുതുന്നുണ്ട്. ഏതായാലും വൈകാരികമായ സൗഹൃദമാണ് അവർക്കിടയിലുള്ളത് എന്ന് നമുക്ക് ഈ 2 പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. എങ്കിൽ പോലും സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ബിജു പുളിക്കക്കണ്ടത്തെ ഒഴിവാക്കിയത്, അല്ലെങ്കിൽ ഇത്രയും ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും അദ്ദേഹത്തെ അടുപ്പിക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, സുരേഷ് ഗോപി തന്നെ സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട്, താനൊരു പിണക്കക്കാരനാണ്, വെറുക്കപ്പെടേണ്ട പിണക്കക്കാരനെന്ന്. അതുകൊണ്ട് സുരേഷ് ഗോപി തന്നെ സ്വയം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ബിജു പുളിക്കക്കണ്ടം ആത്മനിർവൃതി അടയും, അല്ലെങ്കിൽ തൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ സുരേഷ് ഗോപി തന്നെ ഇങ്ങനെ ഒഴിവാക്കിയതല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകൃതമാണ്, അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് ഇതെന്ന് കരുതും. കാരണം ബിജു തന്നെ പറയുന്നുണ്ട്, പല ദിവസങ്ങളിലും സുരേഷ് ഗോപിയുടെ ഈ സ്വഭാവ സവിശേഷത കൊണ്ട് രാവിലെ കാപ്പി കുടിക്കാനോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനോ കഴിയാതെ പോയിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചിരുന്നുവെന്നും ബിജു ആദ്യത്തെ ഒരു പോസ്റ്റിൽ സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഇങ്ങനെ അകറ്റി നിർത്താൻ താൻ എന്താണ് ചെയ്തതെന്ന്. ഏതായാലും പാലക്കാട് പ്രസംഗത്തിൽ സുരേഷ് ഗോപി ബിജുവിൻ്റെ പേര് എടുത്തു പറഞ്ഞ് അത് ശ്രീജിത്ത് പണിക്കർ ബിജുവിന് അയച്ചു കൊടുത്തതോടുകൂടി ബിജുവിൻ്റെ കരളലിഞ്ഞു, അവർക്കിടയിലെ പിണക്കം മാറി. ഏതായാലും സോഷ്യൽ മീഡിയയിൽ വൈറലായ പോസ്റ്റുകളും വീഡിയോകളും ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി അങ്ങനെ എപ്പോഴും സോഷ്യൽ മീഡിയയിലെ തരംഗവും താരവുമായി വിവാദങ്ങളിൽ പെട്ടുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു.